അടിയന്തരാവസ്ഥയുടെ കറുത്ത നാളുകളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കത്തിന്റെ കഥയാണിനി. കണ്ണൂരിൽ നടന്ന 2 സഖാക്കളുടെ വിവാഹത്തിന് ആശംസകളുമായി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നെത്തിയ രഹസ്യ സന്ദേശം. രാഷ്ട്രീയ തടവുകാരനായിരുന്ന പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ഉൾപ്പെടെയുള്ള നേതാക്കൾ അയച്ച കത്ത് ദമ്പതികൾ ഇന്നും അപൂർവ നിധിയായി കാത്തുസൂക്ഷിക്കുന്നു. രാജ്യത്ത് ജനാധിപത്യം തുറുങ്കിലടക്കപ്പെട്ട അടിയന്തരാവസ്ഥയുടെ അരനൂറ്റാണ്ട്. അടിയന്തരാവസ്ഥയുടെ ഓർമ്മകളുള്ള ഒരു കത്താണ് എൻ്റെ കയ്യിലുള്ളത്. ഒരു വിവാഹാശംസാ കത്താണ്. സന്ദേശമെത്തിയത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന്. ഇതിൽ ഒപ്പിട്ടിരിക്കുന്നത് 16 CPIM നേതാക്കൾ. കത്ത് ലഭിച്ച 2 പേർ ഇപ്പോഴും അത് അപൂർവ നിധി പോലെ കാത്തുസൂക്ഷിക്കുന്നുണ്ട്. വിപുലമായ സുഹൃത്ത് വൃന്ദം ദൃക്സാക്ഷികളായ ചടങ്ങിൽ ഞങ്ങളുമുണ്ടെന്ന് കരുതിയാലും ഞങ്ങൾ ഹൃദയംഗമമായി അഭിവാദ്യം ചെയ്യുന്നു. ഒരു സന്ദേശം പോലും അയക്കാൻ വിലക്കപ്പെട്ട ഇരുമ്പഴിക്കുള്ളിൽ നിന്ന്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പ്രിയ സഖാക്കൾക്ക് വിവാഹമംഗളാശംസകൾ നേർന്നെഴുതിയ കത്തിൽ ഒന്നാമത്തെ പേര് പിണറായി വിജയന്റേത്. കോടിയേരി ബാലകൃഷ്ണൻ, മുൻ MP ഒ ഭരതൻ, മുൻ MLA അഡ്വക്കേറ്റ് K പുരുഷോത്തമൻ, മനുഷ്യാവകാശ കമ്മീഷൻ മുൻ അംഗം അഡ്വക്കേറ്റ് KE ഗംഗാധരൻ ഉൾപ്പെടെ 16 രാഷ്ട്രീയ തടവുകാരാണ് കത്തിലെ പേരുകാർ. 1976 ഡിസംബർ 26 കണ്ണൂർ ടൗൺ ഹാളിൽ ലളിതമായ ചടങ്ങിൽ വിവാഹിതരാവുന്ന കള്ളാർ സ്വദേശി A മാധവനെയും കോടിയേരി സ്വദേശി BB പ്രസന്നകുമാരിയെയും തേടിയാണ് നേതാക്കളുടെ കത്തെത്തിയത്. ബ്രണ്ണൻ കോളേജിൽ നിന്ന് പരിചയപ്പെട്ട ഇരുവരും കണ്ണൂരിലെ പാർട്ടി ഓഫീസിലെത്തി പ്രിയ നേതാക്കൾക്കുള്ള വിവാഹ ക്ഷണക്കത്ത് നൽകിയിരുന്നു. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും കരിവള്ളൂർ സമരസേനാനിയുമായ AV കുഞ്ഞമ്പു വധൂവരന്മാർക്ക് പൂമാല കൈമാറിയതിന് പിന്നാലെയാണ് സഖാക്കൾ രഹസ്യ സന്ദേശവും ഏൽപ്പിച്ചത്. കാലപ്പഴക്കത്താൽ കത്ത് ചിതലരിച്ചു തുടങ്ങിയെങ്കിലും ചിതലരിക്കാത്ത ഓർമ്മകളുമായി കാഞ്ഞങ്ങാട് ബെല്ലയിലെ വീട്ടിൽ ഇരുവരും ഇപ്പോഴും ജയിലിൽ നിന്നെത്തിയ സന്ദേശം നിധി പോലെ കാത്തു സൂക്ഷിക്കുന്നു. ഡിസംബർ 26 കല്യാണം കണ്ണൂർ ടൗൺ ഹാളിൽ വെച്ച്. അന്ന് AV കുഞ്ഞമ്പു ആയിരുന്നു ഇതിന് നേതൃത്വം കൊടുത്തത്. ഒരു പുതിയവും പോലുള്ള ചടങ്ങ്, AVയുടെ പ്രസംഗം, കുറച്ച് ആൾക്കാരുടെ പ്രസംഗം, ഒരു പൂമാല ഇടൽ മാത്രമായിരുന്നു ചടങ്ങ്. അപ്പോൾ അന്ന് ഞങ്ങൾ ഒരു കാരണവശാലും സമ്മാനങ്ങൾ ഒന്നും വാങ്ങില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ ഒന്നും വാങ്ങിയിട്ടുമില്ല. അവിടെയാണ് ഈ കടലാസ് വന്ന് കിട്ടുന്നത് സ്റ്റേജ് മുമ്പിൽ. അത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ആകെ കോരിത്തരിച്ചു പോയി. എന്താ പറയേണ്ടത്, അങ്ങനെ ഒരു വല്ലാതെ വികാരമായിരുന്നു. കാരണം അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട 16 സഖാക്കളുടെ പേരാണ് അതിലുള്ളത്. പൊതുവേ അതിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ പഴഞ്ഞ് സ്കൂൾ പഠിക്കുന്ന സമയത്തേയുള്ള എല്ലാ സാധനങ്ങളും ഇങ്ങനെ സൂക്ഷിച്ച് വെക്കും. ഇപ്പോഴും അങ്ങനെയുള്ള ഒരുപാട് പഴയാണ്. ഇത് പിന്നെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇത് സൂക്ഷിക്കാൻ കഴിയാത്ത പോലത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ല. ഷിഫ്റ്റിങ്, നമ്മൾ വീട് മാറുന്ന അങ്ങനെയെല്ലാം ഉള്ളപ്പോൾ പഴയ കടലാസുകളെല്ലാം ഡിസ്പോസ് ചെയ്യണം എന്നെല്ലാം വിചാരിക്കുമല്ലോ. അങ്ങനെ ഉള്ള സമയത്താണ് ഇങ്ങനെ വിലപ്പെട്ട ചില ഡോക്യുമെന്റുകൾ നമ്മൾ സെലക്ട് ചെയ്ത് ഇങ്ങോട്ട് വെച്ചത്. കത്തിൽ പേരുള്ളവരിൽ ജീവിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രം. വടിവത്തക്ഷരത്തിൽ കത്ത് പകർത്തിയത് ഗോപൻ മാഷ് എന്നറിയപ്പെടുന്ന സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം സെക്രട്ടറിയായിരുന്ന പൂച്ചാലി ഗോപാലനാണ്. അധ്യാപകനായിരുന്ന മാധവൻ നിലവിൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽ എംപ്ലോയീസ് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ടെലികോം വകുപ്പിൽ നിന്ന് വിരമിച്ച പ്രസന്നകുമാരി ആശാ വർക്കേഴ്സ് യൂണിയൻ കേന്ദ്ര കമ്മിറ്റി അംഗവുമാണ്. ഇരുവരും CITU സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ കൂടിയാണ്. ശരിക്ക് പറഞ്ഞാൽ ഇനി നമ്മൾ അധികാരമില്ലല്ലോ, ഞങ്ങളിനി അധികാരം ഉണ്ടാവില്ലല്ലോ. അപ്പൊ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇതൊരു പബ്ലിക് ഒരു ഡോക്യുമെൻ്റ് ആയിട്ട് തന്നെ നമ്മളെ പാർട്ടിയുടെ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ, ചരിത്രരേഖകളെല്ലാം ഇങ്ങനെ അതിൽ വെക്കുന്നതായിരിക്കും ശരിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ക്യാമറമാൻ ഷൈജു പിലാത്രയോടൊപ്പം സിജു കണ്ണൻ.